ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സർക്കാരും ഗവർണറും തമ്മിൽ സമവായമായി എങ്കിലും വിവാദങ്ങൾ ഒഴിയുന്നില്ല. കേരള സർവകലാശാലയിലെ പ്രശ്നങ്ങൾ തുടരുകയാണ്. സ്ഥാനമൊഴിഞ്ഞിട്ടും മുൻ രജിസ്ട്രാർ KS അനിൽകുമാറിനെതിരായ നടപടികൾ VC മോഹനൻ കുന്നുമ്മൽ തുടരുകയാണ്. സർവകലാശാലയിൽ നിന്ന് വിടുതൽ വാങ്ങിയില്ല എന്ന് കാട്ടിയാണ് അനിൽകുമാറിന്റെ മാതൃസ്ഥാപനത്തിൽ ജോലിയിൽ പ്രവേശിക്കാനുള്ള നീക്കം തടയാനാണ് VCയുടെ നിർദ്ദേശം. ഗോപാൽ ശിലാസനൽ നമുക്കൊപ്പം തുടരുന്നുണ്ട്. ഗോപാൽ, ഇപ്പോൾ സർക്കാരും ഗവർണറും തമ്മിൽ സമവായത്തിൽ എത്തിയെങ്കിലും VC മോഹൻ കുന്നുമ്മൽ ഈ രജിസ്ട്രാറിനെ വിടാതെ പിന്തുടരുകയാണോ? അങ്ങനെ തന്നെ ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കേണ്ടതായിരിക്കുന്നു. കാരണം നേരത്തെ സർക്കാരും ഗവർണറും തമ്മിൽ സമവായത്തിലേക്ക് എത്തിയപ്പോൾ ആ ഗവർണർ പ്രധാനമായും നൽകിയ നിർദ്ദേശം, അതായത് ഗവർണർ നിയമിച്ച VCമാർക്ക് നൽകിയ നിർദ്ദേശം സർക്കാരുമായി ഇനി സഹകരിച്ചു പോകണം എന്നതാണ്. അതിന്റെ ഭാഗമായി കൂടി തന്നെയാണ്, ഈ സമവായത്തിന്റെ ഭാഗമായി കൂടി തന്നെയാണ് അനിൽകുമാറിനെ സ്ഥാനം മാറ്റിയതും മാതൃസ്ഥാപനത്തിലേക്ക് മാറ്റി നിയമിച്ചതും എന്നതൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ആരോപണങ്ങളും വിശദീകരണങ്ങളും ഒക്കെ. ആ ഘട്ടത്തിൽ മോഹൻ കുന്നുമ്മൽ വീണ്ടും അനിൽകുമാറിനെ വിടാതെ പിടിച്ചിരിക്കുകയാണ്. അനിൽകുമാർ വേണ്ട രീതിയിൽ നിയമപ്രകാരമുള്ള രീതിയിൽ സർവകലാശാലയിൽ നിന്ന് വിടുതൽ നേടിയിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മാതൃസ്ഥാപനമായ ശാസ്താംകോട്ട DB കോളേജിൽ ജോലിയിൽ പ്രവേശിക്കാൻ അനുവദിക്കരുത് എന്നതുമാണ് VC നൽകിയിരിക്കുന്ന നിർദ്ദേശം. അത് വലിയ തോതിൽ ഈ സമവായ ബന്ധത്തെ ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഉലയ്ക്കാൻ സാധ്യതയുള്ള ഒന്നാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിരിക്കുന്നു. മറുവശത്ത് സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലയിലെ VC നിയമനത്തെ പോലെ തന്നെ മറ്റ് സർവകലാശാലകളിലും ഇത്തരത്തിൽ സ്ഥിരം VC നിയമനത്തിന്റെ നടപടികൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ കാലിക്കറ്റ് സർവകലാശാലയിലെ VC നിയമനവുമായി ബന്ധപ്പെട്ട് പ്രത്യേക സെനറ്റ് യോഗം ചേരുകയും ദീർഘനാളുകളായി തർക്കത്തെ തുടർന്ന് സെനറ്റ് പ്രതിനിധിയെ നിശ്ചയിക്കാൻ കഴിയാതിരുന്ന ഒരു സാഹചര്യം ഒഴിവാക്കി പകരം ഒരു സെനറ്റ് പ്രതിനിധിയെ നിശ്ചയിച്ച് തീരുമാനിച്ച് അത് പട്ടികയായി ലിസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആ പട്ടിക ഉടൻ തന്നെ ലോക് ഭവന് കൈമാറും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ഒരു വശത്ത് സമവായത്തിനുള്ള നീക്കങ്ങൾ, രമ്യതയ്ക്കുള്ള ഇടപെടലുകളൊക്കെ ഊർജിതമായി തന്നെ പുരോഗമിക്കുമ്പോൾ മറുവശത്ത് മോഹൻ കുന്നുമ്മലിന്റെ ഇടപെടൽ ഈ സമവായത്തെ വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് കൊണ്ടുപോകുമോ എന്ന ആശങ്കകൾ കൂടി നിലനിൽക്കുന്നുണ്ട്. അതെ, ഗോപാൽ ശിലാസനലാണ് വിശദാംശങ്ങളുമായി ചേർന്നത്.